സ്കൂൾ ബസ്സിൽ നമ്മളൊരു കുട്ടിയെ യാത്ര അയക്കുമ്പോൾ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ആ ഡ്രൈവറെ വിശ്വസിച്ചിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ അപകടത്തിൻ്റെ പ്രധാന കാരണം ഡ്രൈവറുടെ വീഴ്ചയാണ്. ഡ്രൈവർ ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതാണ് നമുക്ക് സംശയിക്കാൻ കഴിയുന്നത്. കാരണം ഈ അപകടം നടന്നത് 4:03 ആ സമയത്ത് ഈ ഡ്രൈവർ നിസാമുദ്ദീൻ എന്ന വ്യക്തിയുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസും വന്നു. അതും ഒരേ സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കാം. ആ സമയത്താകും ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം വിടുകയും അപകടം സംഭവിക്കുകയും ചെയ്തത്. ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ നൽകിയ മൊഴി. പക്ഷേ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. ടയർ മാർക്കിംഗ് കാണുന്നുണ്ട്, അവിടെ ബ്രേക്ക് ചെയ്തതിൻ്റെ പാട് കാണുന്നുണ്ട്. ടയർ മാർക്കിംഗ് ഉള്ളത് കൊണ്ട് ബ്രേക്കിന് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന് അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിങ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിന്റെ ഡിസൈൻ ഉള്ളത്. ഈ ഡ്രൈവറുടെ പിഴവ് മാത്രമായി ഈ അപകടത്തിന്റെ കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഈ വഴിയിൽ ഈ മുകളിൽ നിന്നാണ് ബസ് ഇറങ്ങി വന്നത്. ഇതൊരു ചെറിയ റോഡാണ്. ആ ചെറിയ റോഡ് മാത്രമല്ല, ഇവിടെ വളവുണ്ട്, ഇറക്കമാണ്, ചെറിയ റോഡാണ്. ഒരു വശത്ത് റോഡും കുഴിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡും കുഴിയും ഈ റോഡിൻ്റെ അശാസ്ത്രീയത അത് വലിയ പ്രധാനമായും അപകടത്തിന് കാരണമാണ്. കാരണം ഇതിനു മുൻപും ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അപകടം സംഭവിക്കുകയും നാട്ടുകാർ പരാതി പറയുകയും ചെയ്തിട്ടും ഈ റോഡിൻ്റെ അപകടാവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ അപകട സാധ്യത അത് പരിഹരിക്കാൻ ഒരു നടപടിയും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിയായി പറയുന്നു. ഏതായാലും ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായത്. ആ ജീവൻ നഷ്ടമായതിന് അപകടത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ മുഖ്യമായ കാരണം ഡ്രൈവറുടെ ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് ഇനിയും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ അപകടം വരാതിരിക്കാൻ കൃത്യമായ നടപടികൾ വേണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഒരു ഡ്രൈവറെ നിയമിക്കുമ്പോൾ അയാളുടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകണം, ഒപ്പം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാനദണ്ഡമായി എഴുതി വെക്കുക എന്നതിനപ്പുറത്തേക്ക് അതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്നുകൂടി ഇടയ്ക്കെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.